ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അജ്മോൾ. ഇന്ന് നമ്മൾ വന്നുള്ളത് നമുക്കൊരു മങ്ങത്തേങ്ങ ലഡു ഉണ്ടാക്കിയാൽ കമോൺ. അപ്പോൾ അതേ ഫസ്റ്റ് നമുക്ക് നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ എടുക്കാം. ഇത് നല്ല മധുരമാണ്. അത് നമുക്ക് ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് തേങ്ങ നല്ലോണം ഫൈനായിട്ട് തിരുമ്പിയെടുക്കുക. പിന്നെ അത് ഏലക്കായി പൊട്ടിച്ചിട്ട് അതിനുള്ളത്തത് ഒരു ഇതില്ലേ അതെടുക്കാം. മാങ്ങ റെഡി, തേങ്ങ റെഡി, നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായും റെഡിയാണ്. ഇനി നമുക്കൊരു നല്ല മിക്സീൻ്റെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പഴുത്ത മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെള്ളം അതും ഒന്നും ചേർക്കണ്ട. നമുക്ക് ആ മാങ്ങയുടെ നല്ല അടിപൊളി പൾപ്പ് കിട്ടിയാൽ മതി ഗൈസ്. പിന്നെ അതേ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്ക ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗൈസ്. ഞാനിപ്പോൾ അത് ഇവിടെ ഒരു 3.5 സ്പൂണാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത്ര പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് അടിച്ച് വരാം ഗൈസ്. മിക്സിയിലിട്ട് അടിച്ച് വരാം. ഇപ്പോഴാണ് വാഷർ ഇട്ടുള്ള കാര്യം ഓർത്തത് ഗൈസ്. അപ്പോൾ അതേ നമ്മൾ വാഷർ ഇട്ടിട്ടുണ്ട്. ഇനി മിക്സിയിൽ നല്ല ഫൈനായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ വെക്കാം. തീയൊക്കെ ഓണാക്കി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ ചിരവിയത് എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് നമുക്കൊന്ന് ചൂടാക്കാം. ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് നല്ലോണം ചൂടാക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കത് ഇപ്പോൾ ഇത് കൈ വിടാണ്ട് ഇളക്കണം ഗൈസ്, അടി പിടിക്കരുത്. നമുക്ക് മാംഗോ അടിച്ചതും പിന്നെ അത് ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഗൈസ്. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഗൈസ് പാൽപ്പൊടിയൊക്കെ ഇട്ടാൽ. നമ്മളിത് എന്നിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കാം. നല്ലോണം ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കണം ഗൈസ്. അപ്പോൾ അത് നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കാം. ഞങ്ങളിത് ഇവിടുന്ന് ഇളക്കുക തന്നെയാണ്. ഇത് ഞാനും ചേച്ചിയും കൂടെ ഉണ്ടാക്കുന്നത്. ചേച്ചി എല്ലാം ഉണ്ടാക്കും, ഞാൻ വീഡിയോ എടുത്ത് സഹായിക്കുന്നു. ഇത് ഇപ്പോൾ പാനിൽ നിന്ന് കുറച്ച് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുറച്ചുകൂടി നന്നായിട്ട് വിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഗൈസ് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് പാൻ ഓഫാക്കാം. ഇതിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് തണുക്കാൻ വെക്കാം. പിന്നെ അതേ നമുക്ക് ബോൾസാക്കി ഉരുട്ടിയിട്ട് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ ലഡ്ഡു ഒക്കെ സൂപ്പറാണ്. നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.